സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം സംസ്ഥാനമായി രൂപപ്പെട്ടിട്ട് 69 വർഷം. ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും ചരിത്രം. 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തായിരുന്നു കേരള സംസ്ഥാന രൂപീകരണം. പാവപ്പെട്ടവനായ 2000 രൂപ പെൻഷൻ നൽകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണെന്ന വിവരക്കേട് പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി കേരളം മാറിയെന്ന് KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ. UDF ബൈസൺ വാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളന ഉദ്ഘാടന വേളയിലാണ് കല്ലാറിന്റെ പരാമർശം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ദേവികുളം സിഗ്നൽ പോയിന്റിൽ മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ വഴിയോര കടകൾ നീക്കി. 30ഓളം കടകളാണ് ദേശീയപാതയോരത്ത് നിന്നും നീക്കിയത്. നടപടി അടിമാലിയിൽ മണ്ണിടിച്ചൽ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം ഒരു സംസ്ഥാനമായി രൂപപ്പെട്ടിട്ട് 69 വർഷം. ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെ ഫലമായി 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും കേരളം മാതൃക സൃഷ്ടിച്ച മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചു. സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ ഭൂപരിഷ്കരണ ബിൽ, വിദ്യാഭ്യാസ ബിൽ, അധികാര വികേന്ദ്രീകരണം, സാക്ഷരതാ യജ്ഞം, ജനകീയാസൂത്രണം, പരിസ്ഥിതി സംരക്ഷണ സമരങ്ങൾ തുടങ്ങി പ്രതീക്ഷയുടെ നാളുകളായിരുന്നു. രാജ്യത്ത് ആദ്യമായി 100% സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി മാറി കേരളം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി. വിനോദസഞ്ചാര രംഗത്ത് വലിയ മുന്നേറ്റം. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടു. മോഹിനിയാട്ടവും തെയ്യവും കളരിപ്പയറ്റും ഗോത്ര കലകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന കലാരൂപങ്ങളിൽ വിദേശ നാടുകളിൽ പോലും പഠനങ്ങൾ നടക്കുന്നു. ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കേണ്ട സുപ്രധാന പ്രഖ്യാപനത്തോടുകൂടി കേരളം സാക്ഷ്യം വഹിച്ചു. ലോകത്തിലെ തന്നെ വിരലിലെണ്ണാവുന്ന പ്രദേശങ്ങൾ മാത്രം കൈവരിച്ചതും ഏതൊരു പുരോഗമന സമൂഹവും സ്വപ്നം കാണുന്നതുമായ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. ആ പദവിയിലേക്ക് കേരളവും ഉയർന്നു. കണക്കുകളിലെ നേട്ടത്തിനപ്പുറം ഭക്ഷണമില്ലാത്ത, വീടില്ലാത്ത, സൗജന്യ ചികിത്സ ലഭിക്കാത്ത ഒരാൾ പോലും കേരളത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. പാവപ്പെട്ടവന് 2000 രൂപ പെൻഷൻ നൽകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണെന്ന വിവരക്കേട് പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. പെൻഷൻ വർദ്ധിപ്പിച്ചത് എങ്ങനെ കൊടുക്കുമെന്നോർത്ത് കോൺഗ്രസ് വിഷമിക്കേണ്ടതും ഒരു കാലത്തും കോൺഗ്രസ് ഇനി കേരളത്തിൽ അധികാരത്തിലെത്തില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. കേരളത്തെ കുടുംബമായി കണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും. പ്രതിസന്ധികളെ അതിജീവിച്ച് പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിച്ചപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണെന്ന വിവരക്കേട് പറയുകയാണ് കോൺഗ്രസ്. ബാധ്യതകളെ ഓർത്ത് കോൺഗ്രസ് വിഷമിക്കേണ്ടതില്ല. ജന്മത്തിൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലെത്തില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. പൂപ്പാറയിൽ പുതുക്കിപ്പണിത DEW യൂണിയൻ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായ P. പളനിവേൽ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ കൊടുക്കുന്ന കൈക്കൂലിയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ പറ്റുന്ന കാര്യമാണോ? ഇവിടുത്തെ പാവപ്പെട്ടവന് അവന്റെ വീട്ടിൽ 2000 രൂപ ഒരു മാസത്തിൽ കിട്ടുമ്പോൾ അത് കൈക്കൂലിയാണെന്ന് പറയാനുള്ള വിവരക്കേട് കാട്ടിച്ചൊരു പാർട്ടി ഈ നാട്ടിലുണ്ട്. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് അവരൊന്നും ചെയ്യൂല. അവര് പറയും പൈസയില്ല. ഇപ്പൊ UDF-കാരൻ ഇപ്പൊ എന്താ ഏർപ്പാടെന്നറിയോ? ഇതൊക്കെ കൊടുക്കുമ്പോൾ പറയാ കൊടുത്തോ, ഇനി അടുത്ത ഗവൺമെന്റ് വന്ന് ആരാ കൊടുക്കട്ടെ? ഈ UDF-കാരാ നിങ്ങൾ കൊടുക്കണ്ടപ്പ. അടുത്ത ഗവൺമെന്റ് നിങ്ങൾ ആരിലെ കൊടുക്കാൻ പറ്റും? നിങ്ങളൊരു ജമ്പത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമോ? പുതിയ ഓഫീസിനുള്ളിൽ അന്തരിച്ച തൊഴിലാളി നേതാവ് P. പളനിവേലിന്റെ ഫോട്ടോ അനാച്ഛാദനവും നടത്തി. മരിക്കുന്നില്ല.
ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച നൂറുകണക്കിന് തോട്ടം തൊഴിലാളികൾ പങ്കെടുത്ത് പ്രകടനവും സംഘടിപ്പിച്ചു. യോഗത്തിൽ MY ഔസേപ്പ അധ്യക്ഷത വഹിച്ചു. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, P മുത്തുപ്പാണ്ടി, GN ഗുരുദാസൻ, CU ജോയി, KC ആലീസ്, PT മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ പൂപ്പാറ. വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി കേരളം മാറിയെന്ന് KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ. UDF ബൈസൺ വാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനം ബൈസൺ വാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇബ്രാഹിം കുട്ടി കല്ലാർ. വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി കേരളം മാറി. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ നിഷ്ഠൂരമായി അവഗണിച്ചു മറ്റൊരു ഗവൺമെന്റ് ഇല്ല. ഏറ്റവും വലിയ ബൂർഷ്വാ ഗവൺമെന്റായി ഇടതുപക്ഷ ഗവൺമെന്റ് മാറിയെന്നും KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. UDF ബൈസൺ വാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ്, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെയും ബൈസൺ വാലി പഞ്ചായത്തിൽ നടത്തിയ കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനം ബൈസൺ വാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലംഘനങ്ങളുടെ ശവപ്പറമ്പായി കേരളം മാറി. കേരളത്തിലെ ജനങ്ങളെ ഇതേപോലെ നിഷ്ഠൂരമായി അവഗണിച്ച മറ്റൊരു ഗവൺമെന്റുകളും, അത് ഇടതു ഗവൺമെന്റ് ആവട്ടെ വലത് ഗവൺമെന്റ് ആവട്ടെ, PK വാസുദേവൻ നായരും അച്യുതമേനോനും EK നായനാരും VS അച്യുതാനന്ദനും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ ഇടതു മുന്നണിയുടെ മുഖ്യമന്ത്രിമാരായി വന്നിട്ടുണ്ട്. അവിടെ ഒന്നും കാലഘട്ടത്തിൽ കാണാത്ത ഏറ്റവും വലിയ ബൂർഷ്വാ ഗവൺമെന്റായി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മാറി. സ്വന്തം മകൾക്കും സ്വന്തം മകനും വേണ്ടി അധികാരം പങ്കിടുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി. UDF ബൈസൺ വാലി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ തോമസ് നെടുവത്തുപറമ്പിൽ, കൺവീനർ സിജു ഏഴോലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചത്. കൊച്ചുപ്പിൽ നിന്നും ആരംഭിച്ച സമരയാത്ര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച ബൈസൺ വാലിയിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റന്മാർക്ക് സ്വീകരണം നൽകി. അലോഷി തിരുതാളിൽ തോമസ് നിരവത്തുപറമ്പിലിനെ ക്ഷണയിച്ച് സ്വീകരിക്കുന്നു. ഷാബു കുന്നൽ തോമസ് നിരവത്തുപറമ്പിലിനെയും ഷിജു ഏഴോലിയെയും ഷളണിയിച്ച് സ്വീകരിക്കുന്നു. ഐസക് മെനോലി തോമസ് നിരവത്തുപറമ്പിലിനെ ഷളണിയിച്ച് സ്വീകരിക്കുന്നു. ജാഥ ക്യാപ്റ്റന്മാർക്ക് ലഭിച്ച അതീശോജ്വലമായ സ്വീകരണം. ദേവികുളം ബ്ലോക്ക് സെക്രട്ടറി അലോഷി തിരുതാളിൽ, VJ ജോസഫ്, MM ബേബി, ഐസക് മേനോലിക്കൽ, ബിനോയ് ചെറുപുഷ്പം, ലാലി ജോർജ, മഞ്ജു ജിൻസ, സിജു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ ബൈസൺ വാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ദേവികുളം സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ വഴിയോര കടകൾ നീക്കം ചെയ്തു. 30ഓളം കടകളാണ് വഴിയോരത്ത് നിന്നും മാറ്റിയത്. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സാഹചര്യത്തിലാണ് സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെ അപകട മേഖലയിൽ സ്ഥാപിച്ചിരുന്ന വഴിയോര കടകൾ നീക്കാൻ നടപടി സ്വീകരിച്ചത്. രണ്ട് ദിവസങ്ങളിലായാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ദേവികുളം സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ വഴിയോര കടകൾ നീക്കിയത്. ഒഴിപ്പിക്കലിന്റെ ആദ്യ ദിവസം നടപടിക്കെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശാനുസരണം സ്പെഷ്യൽ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. 30ഓളം കടകളാണ് ദേശീയപാതയോരത്തു നിന്നും നീക്കിയത്. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സാഹചര്യത്തിലാണ് സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള അപകട മേഖലയിൽ സ്ഥാപിച്ചിരുന്ന വഴിയോര കടകൾ നീക്കാൻ നടപടി സ്വീകരിച്ചത്. കടകൾ നീക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടതിനാൽ പ്രശ്നം രൂക്ഷമായില്ല. തുടർന്ന് സ്ഥലത്തെത്തിയ സബ് കളക്ടർ പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് എല്ലാവർക്കും ഒഴിഞ്ഞുപോകാൻ ഒരു ദിവസത്തെ സമയം നീട്ടി നൽകി. ഇതിന് പ്രകാരം കടയുടമകൾ തന്നെ വഴിയോര വിൽപ്പനശാലകൾ നീക്കുകയായിരുന്നു. നാളുകൾക്ക് മുമ്പ് പള്ളിവാസൽ മുതൽ മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വഴിയോര കടകൾ പൊളിച്ചു നീക്കിയിരുന്നു. വീണ്ടും വിവിധയിടങ്ങളിൽ വഴിയോര വിൽപ്പനശാലകൾ രൂപം കൊണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെയാണ് സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ കടകൾക്ക് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ മൂന്നാർ. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളിൽ കുടുംബങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ രാത്രിയിൽ ക്യാമ്പിലെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കുടുംബങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങളായിരുന്നു തങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയർത്തി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ രാവിലെ കളക്ടറേറ്റിൽ യോഗം ചേരുകയും കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തീരുമാനങ്ങളിൽ വേണ്ടത്ര വ്യക്തതയില്ലായിരുന്നുവെന്നാണ് കുടുംബങ്ങളുടെ പരാതി. ഇൻഷുറൻസ് പരിരക്ഷയുടെ തുക സംബന്ധിച്ച വ്യക്തത വേണമെന്നും
ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുള്ള കുടുംബങ്ങളുടെ പട്ടികയിൽ കൃത്യത വരുത്തണമെന്നുമായിരുന്നു പ്രധാന ആവശ്യം. കുടുംബങ്ങൾ പ്രതിഷേധം തുടർന്നതോടെ ഇന്നലെ രാത്രി ജില്ലാ കളക്ടർ നേരിട്ട് ക്യാമ്പിലെത്തി കുടുംബങ്ങളുമായി ചർച്ച നടത്തി. കുടുംബങ്ങൾ ഉയർത്തിയ ആശങ്കകളിൽ പരിഹാരം കണ്ടതായി കളക്ടർ പറഞ്ഞു. പിന്നെ രാവിലെ ഇവരുടെ ഈ പുനരധിവാസം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ജലവിഭവ മന്ത്രിയും അതുപോലെ തന്നെ MP, MLA-മാരുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റ് ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അപകട ഭീഷണി ഇനിയും നിലനിൽക്കുന്ന തകർന്ന വീടുകളും അപകട ഭീഷണി നിലനിൽക്കുന്ന വീടുകൾക്കുൾപ്പെടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക. കാരണം വെച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതൊരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട് അവർക്ക്. ആ ഇൻഷുറൻസ് തുകയുടെ പരമാവധി ലഭ്യമാക്കാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു തീരുമാനം കൂടിയുണ്ട്. ഇൻഷുറൻസ് തുക പര്യാപ്തമല്ലാതെ വരികയാണെങ്കിൽ അതിന് കൂടുതൽ തുക ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ മീറ്റിങ്ങിലുണ്ട്. പിന്നെ ഈ 30 പേരിൽ കൂടുതൽ ഇപ്പം ആശങ്കയുള്ളവരുടെ പ്രത്യേകം പരിശോധിക്കാമെന്ന് ഇപ്പോഴും അവരുടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് അതിപ്പോഴും അവരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 30-നപ്പുറം, അതായത് അപകട മേഖലയ്ക്ക് അപ്പുറം താമസിക്കുന്നവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശങ്കകളിൽ വ്യക്തത വരുത്തിയതോടെ കുടുംബങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. പുനരധിവാസ കാര്യത്തിൽ തീരുമാനമാകാതെ ദേശീയപാതയിലെ മണ്ണ് നീക്കാൻ അനുവദിക്കില്ലെന്നതായിരുന്നു കുടുംബങ്ങളുടെ തീരുമാനം. പ്രതിഷേധം അവസാനിച്ചതോടെ റോഡിലെ മണ്ണ് നീക്കുവാനും തീരുമാനമായി. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് പ്രദേശത്ത് റെഡ്, ഓറഞ്ച് സോണുകളായി തിരിച്ചിരുന്നു. റെഡ് സോണിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓറഞ്ച് സോണിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് തിരികെ പോകാം. അതിനു മുന്നോടിയായി കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ വീടുകളുടെ സുരക്ഷ വിലയിരുത്തും. സിറ്റി വിഷൻ, അടിമാലി. ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചു. ദേശീയപാത അതോറിറ്റിയുടെ നിരീക്ഷണത്തിൽ കരാർ കമ്പനിയാണ് മണ്ണ് നീക്കുക. ഏതാനും ദിവസത്തിനകം ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് പൂർണ്ണമായി നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മണ്ണിടിഞ്ഞ് ദേശീയപാത വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിച്ചൽ സംഭവിച്ചത്. നിർമ്മാണ ജോലികൾ നടന്നിരുന്ന പാതയോരത്തു നിന്നും വലിയ മലയിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഇതോടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. അടിമാലി ടൗണിൽ നിന്നും കൂമ്പംപാറയിൽ നിന്നും ഇടവഴികളിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം പുനഃക്രമീകരിച്ചിട്ടുള്ളത്. ദുരന്തശേഷം മണ്ണ് നീക്കാൻ കരാർ കമ്പനി ശ്രമം നടത്തിയിരുന്നുവെങ്കിലും തങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ തീരുമാനമാകാതെ മണ്ണ് നീക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടായിരുന്നു പ്രദേശവാസികൾ. ഇന്നലെ രാത്രിയിൽ ജില്ലാ കളക്ടർ നേരിട്ട് അടിമാലിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കുടുംബങ്ങളുമായി സംസാരിക്കുകയും കുടുംബങ്ങളുടെ ആശങ്കകളിൽ പരിഹാരമാർഗം ഉറപ്പു നൽകുകയും ചെയ്ത ശേഷമാണ് രാവിലെ മുതൽ ദുരന്തം സംഭവിച്ച ഭാഗത്തു നിന്നും മണ്ണ് നീക്കി തുടങ്ങിയിട്ടുള്ളത്. ദേശീയപാതയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞു കിടക്കുന്ന സ്ഥിതിയുണ്ട്. ഏതാനും ദിവസത്തിനകം ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് പൂർണ്ണമായി നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മണ്ണ് മാറ്റിയ ശേഷം സ്ഥലത്തിന്റെ ഘടന പരിശോധിക്കും. പിന്നീടാകും സംരക്ഷണ ഭിത്തി നിർമ്മാണമടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ തീരുമാനം കൈക്കൊള്ളുക. ഇതിനുശേഷം മാത്രമേ ദേശീയപാത വഴി ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ കഴിയൂ. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി ചിന്നക്കനാൽ, പൂപ്പാറ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടൽ നടത്തണമെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയ്. 2 പഞ്ചായത്തുകളിലായി 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പ്രതിരോധ പദ്ധതികൾ ഇന്നും നടപ്പിലാക്കിയിട്ടില്ല. കൈവശ ഭൂമിയിലെ കൃഷിനാശത്തിനും അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും CU ജോയ് ആവശ്യപ്പെട്ടു. ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ കൂട്ടമായി തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ്. ഏക്കർ കണക്കിന് കൃഷിനാശമാണ് പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ആളുകൾ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ മാത്രം 5 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകി വനം വകുപ്പ് മടങ്ങുന്ന സ്ഥിതിയാണ്. ഇതിന് മാറ്റമുണ്ടാവണം. കാട്ടാനശല്യം പ്രതിരോധിക്കുന്നതിന് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കണമെന്നും 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഇന്നും വനം വകുപ്പ് നടപ്പിലാക്കിയിട്ടില്ലെന്നും CU ജോയ് പറഞ്ഞു. വനം വകുപ്പ് പ്രത്യേകം പെട്ടെന്ന് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു 5 ലക്ഷം രൂപ ധനസഹായം കൊടുക്കും. ആ ധനസഹായത്തോടെ അവസാനിപ്പിച്ച് പോകുന്ന സ്ഥിതിയാണുള്ളത്. അപകടത്തിൽപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം സമയത്ത് കൊടുക്കുക എന്ന പ്രക്രിയയുടെ വനം വകുപ്പിൻ്റെ ഭാഗത്തു ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, ഈ കാട്ടാനശല്യം പരിഹരിക്കപ്പെടുകയല്ല, ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലായി 2 കോടി രൂപയുടെ പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഗവൺമെൻറ് അനുവദിക്കുകയും വനം വകുപ്പിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പക്ഷേ പ്രോജക്റ്റ് അനുവദിക്കുക മാത്രമല്ലാതെ യാതൊരു നടപടിയും നാളിതുണ്ടായിട്ടില്ല. ചിന്നക്കനാൽ പഞ്ചായത്തിലും ശാന്തൻപാറ പഞ്ചായത്തിലും നിരവധി കർഷകരുടെ കൃഷിഭൂമിക്ക് പട്ടയമില്ലാത്ത സ്ഥിതിയുണ്ട്. ഇക്കാരണത്താൽ കാട്ടാനകൾ കൃഷിനാശം വരുത്തിയാൽ വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകാത്ത അവസ്ഥയാണ്.
കൈവശ ഭൂമിയിലെ കർഷകർക്കും കൃഷിനാശത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നും CU ജോയി ആവശ്യപ്പെട്ടു. മേഖലകളിൽ ചിന്നക്കനാലിൽ, ശാന്തമ്പാറ, മൂലത്തറ മേഖലയിൽ നിന്നും പട്ടയമില്ലാത്ത നിരവധിയായ കൃഷിക്കാരും തൊഴിലാളികളും ജീവിച്ചിരിക്കുകയാണ്. ആ പട്ടയമില്ലാത്ത ഭൂമിയിൽ അധിവസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, കൃഷിനാശം സംഭവിച്ചാൽ യാതൊരു നഷ്ടപരിഹാരവും കൊടുക്കാനുള്ള നടപടിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ വലിയ ഇടപെടലുണ്ടാവണം. വനം വകുപ്പ് കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാവണം. തുടർന്നെങ്കിലും ഒരു മനുഷ്യനെ പോലും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടാതിരിക്കാൻ കരുതലോടെ നിലപാട് സ്വീകരിക്കണം. കാട്ടാന ആക്രമണത്തിൽ നിരവധി മനുഷ്യജീവനുകൾ നഷ്ടമായി കഴിഞ്ഞു. ഇനി ഒരാളുടെയും ജീവൻ നഷ്ടമാകാൻ പാടില്ലെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിയടക്കം ഇടപെട്ട് പ്രതിരോധ നടപടികൾ കാര്യക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ തുടർന്നാൽ CPI ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും CU ജോയി പറഞ്ഞു. സിറ്റി വിഷൻ, പൂപ്പാറ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷി ദിനം ഉപ്പുതറയിൽ ആചരിച്ചു. ഇന്ദിരാ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് അന്നദാനം നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷി ദിനം ഉപ്പുതറയിൽ സമുചിതമായി സംഘടിപ്പിച്ചു. ഇന്ദിരാഗാന്ധി സിഖ് ഭീകരരുടെ വെടിയേറ്റ് മരിച്ച് 41 വർഷം തികയുകയാണ്. കഴിഞ്ഞ 41 വർഷവും ഉപ്പുതറയിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് പാചകം ചെയ്ത ഭക്ഷണം ഈ വർഷവും വിതരണം ചെയ്തു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്ക് നേതൃത്വം നൽകിയ ഏറ്റവും ധീരവനിതയെന്ന് രാജ്യമെന്നും ഉദ്ഘോഷിക്കുന്ന നേതാവാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. തന്റെ അംഗരക്ഷകരാൽ അവരുടെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും തന്റെ അവസാനത്തുള്ള രക്തം പോലും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ചിന്തുവാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് കടന്നുപോയ നേതാവാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഉച്ചയ്ക്ക് ചേർന്ന അനുസ്മരണ യോഗത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ VS അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ AP ഉസ്മാൻ, PR അയ്യപ്പൻ, അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, ജോർജ് ജോസഫ, ഫ്രാൻസിസ് ദേവസ്യ, VK കുഞ്ഞുമോൻ, റോജി സലീം, സാബു വേങ്ങേലി തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശുചീകരണ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം രാജാക്കാട്ടിൽ നടന്നു. കേരള പിറവിയോടനുബന്ധിച്ച് നടന്ന ശുചീകരണ ദിനാചരണം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. കേരളപ്പിറവി ദിനത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി
എല്ലാ യൂണിറ്റുകളിലും ശുചീകരണ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി രാജാക്കാട് യൂണിറ്റും ശുചീകരണ ദിനാചരണം സംഘടിപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങളും ടൗണും വൃത്തിയായി സൂക്ഷിക്കുക, പൊതുസ്ഥാപനങ്ങൾ ശുചീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളപ്പിറവി ദിനത്തിൽ ശുചീകരണം സംഘടിപ്പിച്ചത്. ഹരിതകർമ്മസേന അംഗങ്ങളുടെയും NCC, SPC എന്നിവരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. ശുചീകരണ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം രാജാക്കാട്ടിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ നിർവഹിച്ചു. സാധാരണഗതിയിൽ ഈ ശുചീകരണ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 2-ാം തീയതിയാണ്. ഗാന്ധിജിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഒക്ടോബർ 2-ന് ഈ ശുചീകരണ ദിനം ആചരിച്ച് പണ്ട് തൊട്ടേ വരുന്നത്. പക്ഷേ അന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒരുപക്ഷെ ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികൾ, NSSന്റെ കുട്ടികൾ, NCCയുടെ കുട്ടികൾ, SPSCയുടെ കുട്ടികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ അവരെല്ലാം സാധാരണഗതിയിൽ ഒക്ടോബർ 2-ാം തീയതി മാലിന്യ നിർമ്മാർജ്ജന പരിപാടികളുമായി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് ഒരു വെറൈറ്റി പ്രോഗ്രാം എന്ന നിലയിലാണ് ഒരു പ്രത്യേക ദിനം, കേരളപ്പിറവി ദിനം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അന്നേ ദിവസം ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും ഇതുപോലെ ശുചീകരണ ദിനം ആചരിക്കണം. ജില്ലാ വൈസ് പ്രസിഡന്റ് VS ബിജുവിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് ടൗണിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. KVVS ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവള്ളാട്ട്, രാജാക്കാട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ, ട്രഷറർ VC ജോൺസൺ, വനിതാ വിംഗ് പ്രസിഡന്റ് ആശ ശശികുമാർ, സെക്രട്ടറി ജയ മഹേഷ്, ട്രഷറർ അനില ഹംസ, യൂത്ത് വിംഗ് പ്രസിഡന്റ് CS പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൗൺ വൃത്തിയായി സൂക്ഷിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങളെ ക്യാഷ് അവാർഡുകൾ നൽകി ആദരിച്ചു. സിറ്റി വിഷൻ രാജാക്കാട്. UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി പഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹന പ്രചരണ യാത്ര സംഘടിപ്പിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചത്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച കുറ്റവിചാരണ യാത്ര രാജകുമാരി ടൗണിൽ സമാപിച്ചു. സമാപന സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പ്, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെയും UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹനയാത്ര സംഘടിപ്പിച്ചു. വള്ളംകുന്നൽപ്പടിയിൽ നിന്നും ആരംഭിച്ച കുറ്റവിചാരണ യാത്ര രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച രാജകുമാരി ടൗണിൽ സമാപിച്ചു. സമാപന സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരുടെ ആർട്ടിയോട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നത് എല്ലാ കുഴപ്പമായി കാണിക്കുന്നവരും എല്ലാ തട്ടിപ്പ് കാണിക്കുന്നവരും അഭയപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവാർഭീയമായി പ്രവർത്തനം ചെയ്യാത്ത സ്ഥിതി കേരളത്തിലുണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഉണ്ടായത് സ്ഥലത്തുമാരെ വെറുതെ ഉണ്ടായതാണോ? എങ്ങനെയാണ് ഈ ധൈര്യ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായത്? എല്ലാ സാമൂഹ്യ ഏർപ്പെടാം, എല്ലാ മയക്കുമരുന്ന് ലോപിക്കുന്നതിലേക്കാം, മയക്കുമരുന്ന് വ്യാപാരം നടത്താൻ, ആരെയും കയ്യിലൊക്കെ ചെയ്യാം, എന്ത് കമർച്ചയും നടത്താം. അങ്ങനെയൊക്കെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നാനുള്ള കാര്യമെന്നാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നാത്ത കാര്യം. അതിലൊരു കാര്യമുണ്ട്, അവരുടെ നേതാവ് പിണറായി വിജയൻ തന്നെ ഒരു കൊള്ളക്കാരനാണ് എന്ന് നമ്മൾ അറിയുന്നു. ജാഥ ക്യാപ്റ്റൻ റോയി ചാത്തനാട്ട്, വൈസ് ക്യാപ്റ്റന്മാരായ ജോസ് കണ്ടത്തിൻകര, TS ഹസൻ എന്നിവർ കുറ്റവിചാരണ യാത്രയ്ക്ക് നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ, നിയോജകമണ്ഡലം ചെയർമാൻ MJ കുര്യൻ, സുനിൽ വാരിക്കാട്ട്, പിയൂസ് കറിയ, ജിഷ ജോർജ, സാജോ പന്തത്തല തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാർ വട്ടിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ദേശീയപാതയോരത്ത് താഴത്തെ കല്ലാറിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 2018 പ്രളയകാലത്ത് പഴയ കെട്ടിടത്തിന് ബലക്ഷയം വന്നതോടെയായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കുവാനുള്ള തീരുമാനം എടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ 1 കോടിയിലധികം രൂപയും പള്ളിവാസൽ പഞ്ചായത്ത് വകയിരുത്തിയ തുകയും വിനിയോഗിച്ചാണ് കല്ലാർ വട്ടയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 2018 പ്രളയകാലത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനുണ്ടായിരുന്ന പഴയ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചു. ഈ കെട്ടിടം പൊളിച്ചു നീക്കി അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് A രാജ MLA പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം PHC അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരമാവധി ആളുകൾ നേരിട്ട് എത്തി ചികിത്സ നേടുന്ന ഒരു കേന്ദ്രങ്ങളാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ
മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫണ്ടുകളുടെ പര്യാപ്തതയെല്ലാം ഉള്ള സമയത്തും തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന ചികിത്സാലയത്തെ പിന്നീട് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയായിരുന്നു. കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ധനസഹായ വിതരണം നടന്നു. മുരിക്കുംതൊട്ടി ആർട്ട്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പദ്ധതികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ നിർവഹിച്ചു. നിരവധി കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പദ്ധതികളുടെ ബ്ലോക്ക് തല വിതരണ ഉദ്ഘാടനം നടന്നു. ക്ഷീര കർഷകരുടെ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ ധനസഹായത്തിനായി 19 ലക്ഷം രൂപയും ക്ഷീരസംഘങ്ങൾക്ക് പാൽ സംഭരണ വിതരണത്തിനായി 6,64,000 രൂപയും അനുവദിച്ചിരുന്നു. ഇരു പദ്ധതികളുടെയും നെടുങ്കണ്ടം ബ്ലോക്ക് തല ഉദ്ഘാടനം മുരിക്കുംതൊട്ടി ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കാലിത്തീറ്റ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ നിർവഹിച്ചു. ക്ഷീരസംഘങ്ങൾക്ക് പാൽ സംഭരണ വിതരണത്തിനായി നൽകുന്ന തുകയുടെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി S. ലാൽ നിർവഹിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ എത്തിയതിന് ശേഷം ആദ്യ വർഷം 75 ലക്ഷം രൂപയാണ് ക്ഷീരമേഖലയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. ഉൽപാദന മേഖല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാർഷിക മേഖല കൂടിയാണ്. അപ്പോൾ ക്ഷീരവികസനത്തിന് ഒട്ടേറെ ധനസഹായം നൽകിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 5 വർഷം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PA ജോണി, വിജയകുമാരി S. ബാബു, KJ സിജു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ക്ഷീരവികസന ഓഫീസർ AC രജികുമാർ, റോസ്കി ജോസ്, വിവിധ ക്ഷീരസംഘം ഭാരവാഹികൾ, ജീവനക്കാർ, ക്ഷീര കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ടെലിവിഷനും സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയിഡ് ഇൻസുലേറ്റർ വിതരണവും നടന്നു. കുരുള സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം നടന്നത്. 2025-26 വർഷത്തെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ടെലിവിഷൻ നൽകിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകുളേൽ നിർവഹിച്ചു. പ്രവർത്തനം ആരംഭിച്ച കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നത്. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കാടുമൂടിയ സംസ്ഥാന പാതയോരങ്ങൾ ശുചീകരിച്ചു. നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാനുള്ള സഹായങ്ങൾ നൽകി. ഭക്ഷ്യക്കിറ്റുകൾ വിതരണം നടത്തി. ചികിത്സാ സഹായങ്ങൾ നൽകി. അപകട ഭീഷണി ഉയർത്തുന്ന റോഡരികിൽ കഴിഞ്ഞ മാസം മിററുകൾ സ്ഥാപിച്ചു. ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി കളിസ്ഥലം നിർമ്മിച്ചിരുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ടെലിവിഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് 2025-26 വർഷത്തെ സാമൂഹ്യ സേവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ടെലിവിഷൻ സ്ഥാപിച്ചത്. ടെലിവിഷൻ നൽകിയതിനൊപ്പം സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയിഡ് ഇൻസുലേറ്ററും നൽകി. ഇരു പദ്ധതികളുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകുളേൽ നിർവഹിച്ചു. നമുക്കറിയാം, ഒരു ലയൺസ് ക്ലബ്ബ് പുതുതായിട്ട് തുടങ്ങുമ്പോൾ ആ നാട്ടിൽ ഒരു നന്മ ചെയ്യുവാനുള്ള ഒരു സമൂഹം കൂടുതൽ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലയൺസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം സർവീസ്, ആളുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കൊടുക്കുന്ന സർവീസ് പ്രോജക്റ്റുകൾക്കൊന്നും ഒരു സ്ഥലത്തുനിന്നും പൈസ കിട്ടുന്ന സാഹചര്യമില്ല. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് വിമൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സോൺ ചെയർമാൻ പ്രവീൺ കുമാർ, ക്യാബിനറ്റ് മെമ്പർമാരായ ജോർജ് അരിപ്ലാക്കൽ, എബിൻ ജോൺ ചുണ്ടൻകുഴിയിൽ, ലയൺസ് ക്ലബ്ബ് ഓഫ് കുരുള സിറ്റി ലേഡീസ് ഫോറം പ്രസിഡന്റ് റോസ്മി എബിൻസ്, സെക്രട്ടറി മിനി ജോർജ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻഡ കുര്യൻ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ, വെള്ളി ഗ്രാമിന് 166 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം സംസ്ഥാനമായി രൂപപ്പെട്ടിട്ട് 69 വർഷം. ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും ചരിത്രം. 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തായിരുന്നു കേരള സംസ്ഥാന രൂപീകരണം. പാവപ്പെട്ടവന് 2000 രൂപ പെൻഷൻ നൽകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണെന്ന വിവരക്കേട് പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി കേരളം മാറിയെന്ന് KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ. UDF ബൈസൺ വാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളന ഉദ്ഘാടന വേളയിലാണ് കല്ലാറിന്റെ പരാമർശം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ദേവികുളം സിഗ്നൽ പോയിന്റിൽ മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ വഴിയോര കടകൾ നീക്കി. 30ഓളം കടകളാണ് ദേശീയപാതയോരത്ത് നിന്നും നീക്കിയത്. നടപടി അടിമാലിയിൽ മണ്ണിടിച്ചൽ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.